ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യ വ്യവസ്ഥയനുസരിച്ചാണ് 2 ദിവസങ്ങളായി വേടനെന്ന ഹിരൺദാസ് മുരളിയെ ചോദ്യം ചെയ്തത്. വേടനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ മദ്യപിച്ച് പരാക്രമം കാണിച്ച 2 ആരാധകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതലൊന്നും പറയുന്നില്ലെന്നും തനിക്കെതിരായ 2ാമത്തെ കേസുമായും സഹകരിക്കുമെന്നും ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ വേടൻ പ്രതികരിച്ചു. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കേസുമായി ബന്ധപ്പെട്ട് 9, 10 തീയതികളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് വേടനോടും അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് പോലീസിനോടും വേടന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ചോദ്യം ചെയ്യലിനിടെ ഉച്ചയ്ക്ക് 12 മണിയോടെ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം തിരിച്ചെത്തിച്ച് വൈകിട്ട് 5 മണിയോടെ ജാമ്യത്തിൽ വിട്ടയച്ചു. എല്ലാം പിന്നീട് വിശദമാക്കാമെന്നും ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും വേടൻ പ്രതികരിച്ചു. 2ാമത്തെ കേസിലും അന്വേഷണവുമായി സഹകരിക്കും, പരിപാടികളിൽ സജീവമാകുമെന്നും വേടൻ പറഞ്ഞു. കേസിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് സംസാരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ ഇതിലുള്ള കേസല്ലേ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, നിങ്ങളാരും പേടിക്കേണ്ടിരിക്കും. ഞാൻ എല്ലാം പറയും. എനിക്കൊരു സമയം കിട്ടട്ടെ, ഞാനൊന്ന് ഫ്രീ ആവട്ടെ, ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ ഫ്രീ ആവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറയാൻ വന്നിട്ട് എവിടെ പോകാനാണ് എല്ലാത്തിനും ഞാൻ ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെ വേടനെ പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ വേടന്റെ 2 ആരാധകർ മദ്യപിച്ച് ബഹളം വെച്ചു. പോലീസുകാർക്കെതിരെ അസഭ്യവർഷവും നടത്തിയവരെ പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ലോക്കപ്പിലാക്കി. ജനം, കൊച്ചി.